വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇത് മനസ്സിലാക്കിയാലാണ് നമ്മൾക്ക് എളുപ്പത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുക. അതെന്താണെന്നല്ലേ, അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് മണി ആൻഡ് ക്യാഷ് ഫ്ലോ. സോ ഈ ഒരു വീഡിയോ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പാർട്ട് 1 അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മണി ആൻഡ് പാർട്ട് 2 ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള എൻ്റെ തോട്ട്സും എൻ്റെ മെത്തേഡ്സും ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ് ദിസ് വുഡ് ഹെൽപ്പ് യു ഓൾസോ. Alright, let's start. Part 1 അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് മണി. പണത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ ധാരണ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും പണം വേണം. പക്ഷെ പണം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്, അതിനൊരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കണം. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് ഞാനൊരു പണത്തിനെ പറ്റി ഒരു ഡെഫിനിഷൻ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്നത് കംഫർട്ടാണ്. പണം ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടി സുഖകരമാവും. എനിക്ക് നല്ല വീട് വാങ്ങാം, നല്ല കാറ് വാങ്ങാം, ലക്ഷറി ട്രാവൽ ചെയ്യാം, അല്ലേ? പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നേടാം. എന്തെങ്കിലും പറ്റിപ്പോയാൽ നല്ല ആരോഗ്യ സംരക്ഷണം നേടാം. കാരണം നമുക്കറിയാം, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതൊരു സങ്കടകരമായ കാര്യമാണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ആശുപത്രി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിചരണം ലഭിക്കും. അങ്ങനെ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സൗകര്യങ്ങൾ നമ്മൾക്ക് പണം കൊണ്ട് ലഭിക്കും. അതുപോലെ പണം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിൽ നമ്മൾക്ക് ജോലിക്കാരെ വെക്കാം, ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഒരു ഡ്രൈവറെ വെക്കാം. അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെടുത്താം. ഇതാണ് പണം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, പണം കൊണ്ട് എനിക്ക് ഹാപ്പിനെസ് ബൈ ചെയ്യാൻ പറ്റില്ല. സന്തോഷം എനിക്ക് ഒരിക്കലും കിട്ടൂല. സന്തോഷം എൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പണം കൊണ്ട് എനിക്ക് നോളജ് കിട്ടൂല. അതിന് എനിക്ക് ഒരിക്കലും കിട്ടൂല. അപ്പൊ നിങ്ങൾ പലരും പറയും, അതെങ്ങനെ പണം ഉണ്ടെങ്കിൽ നമുക്ക്, പണമുള്ള ആൾക്കാർക്ക് ഡോക്ടർ സീറ്റ് ഒക്കെ കിട്ടുന്നില്ലേ, കോടികൾ കൊടുത്ത ആൾക്കാർ ഡോക്ടർ സീറ്റ് വാങ്ങുന്നില്ലേ? ഡോക്ടർ സീറ്റ് വാങ്ങാനല്ലേ പറ്റുള്ളൂ. അറിവ് വേണമെന്നുണ്ടെങ്കിൽ ആ സീറ്റിലുള്ള ആൾ പഠിക്കണ്ടേ? അയാളുടെ ഹാർഡ് വർക്ക്, അയാളുടെ പെർസിവറൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വലിയൊരു പൈസക്കാരൻ അയാളൊരു ഡോക്ടർ സീറ്റ് വാങ്ങി, അങ്ങനെയാണെങ്കിൽ അയാൾ ബെസ്റ്റ് ഡോക്ടർ ആവണ്ടേ? അങ്ങനെ ആവുന്നില്ലല്ലോ. പണമുള്ളവരുടെ അടുത്ത് അത്തരം ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ പണം കൊണ്ട് ഒരിക്കലും നോളജ് കിട്ടില്ല എന്നുള്ള സത്യം എനിക്ക് അറിയാം. അതുപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പണം കൊണ്ട് നമുക്ക് ബഹുമാനം കിട്ടൂല. അത് ഞാൻ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയ കാര്യമാണ്. ഇത് വളരെ റിലേറ്റബിൾ ആയിരിക്കും നമ്മൾക്ക്. നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടാവുമല്ലോ വലിയൊരു പൈസക്കാരൻ, ഒരു സോ കോൾഡ് പൈസക്കാരൻ, ആർക്കും ഇഷ്ടമില്ലാത്തൊരു പൈസക്കാരൻ. അപ്പൊ ചെറുപ്പത്തിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ സോ കോൾഡ് പൈസക്കാരൻ ഇങ്ങനെ വരും. അപ്പൊ ചുറ്റുള്ളവരൊക്കെ ഭയങ്കര ഏട്ടാ വന്നല്ലോ, അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇയാളെ വളരെയധികം നന്നായി ട്രീറ്റ് ചെയ്യും. ഇയാള് അവിടുന്ന് പോയിട്ടാകുമ്പോൾ എല്ലാരും കൂടി ഇയാളെ കുറ്റം പറയും. ഇത് ഞാൻ ചെറുപ്പത്തിലെ കണ്ട ഒരു സീനാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സീനാണ്. അപ്പൊ അന്നേ എനിക്ക് അറിയാം, പൈസ കൊണ്ട് റെസ്പെക്ട് കിട്ടൂല, പൈസ കൊണ്ട് നോളജ് കിട്ടൂല. പക്ഷെ ചെറുപ്പത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു പൈസ കൊണ്ട് ഹാപ്പിനെസ് കിട്ടൂല എന്നുള്ളൊരു കാര്യം. അത് ഞാൻ കുറച്ച് വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കും വീടും കാറും മറ്റുള്ള എല്ലാ ലക്ഷറീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് അങ്ങനെയല്ലാതെ നമ്മളെ ലൈഫ് പഠിപ്പിച്ചു തരും. തിങ്ക് അബൌട്ട് ഇറ്റ്. എത്രയോ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട്, സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ കയ്യിലൊക്കെ പണം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. പണം പണത്തിൻ്റെതായ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുള്ളൂ. ലൈഫ് പ്രോബ്ലംസ് ഒന്നും പണം സോൾവ് ചെയ്ത് തരില്ല. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പൈസ ഉണ്ടാക്കേണ്ട, ഹാപ്പിനെസ് എന്തായാലും പൈസ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഡയലോഗ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും പൈസ ഉണ്ടാക്കണം, എല്ലാ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ ജീവിക്കണം. കാരണം നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ട്, യു ഡിസേർവ് ഇറ്റ്. ഓക്കെ, അത്തരം ജീവിതം ജീവിക്കുമ്പോൾ ലൈഫ് ലെസൺസ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അതിലൊന്നാണ് ഹാപ്പിനെസ് പൈസ കൊണ്ട് കിട്ടൂല എന്ന കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, പൈസ ഇല്ലാണ്ടും സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, കാരണം നാളെ നിങ്ങൾക്ക് പൈസ കിട്ടിയാലും ഹാപ്പിനെസ് വരണമെന്നില്ല. ഇപ്പൊ നിങ്ങളൊരു സാധാരണ സ്ഥലത്ത് ഇരുന്നിട്ട് ദുഃഖിക്കും, അയ്യോ എനിക്ക് സന്തോഷമില്ലേ. പൈസയും കൂടി വന്നു കഴിഞ്ഞാൽ വലിയൊരു മണിമാളികയിൽ ഇരുന്ന് നിങ്ങളിങ്ങനെ ദുഃഖിക്കും, അയ്യോ എനിക്ക് സന്തോഷമില്ലേ. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ പണത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഡെഫിനേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്. പണത്തെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ, അത് മാനേജ് ചെയ്യാനും കൂടി നമ്മൾ പഠിക്കണം. അതിനാണ് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്താണ് ക്യാഷ് ഫ്ലോ? പണം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ട്. അതായത് പുറത്തുനിന്ന് നമ്മളിലേക്ക് വരുന്ന ഒരു പൈസ, അതിനാണ് ഇൻഫ്ലോ. ഓക്കെ, നമ്മളിലോട്ട് എത്തുന്നു. ഇനി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു പൈസ, അതാണ് ഔട്ട്ഫ്ലോ. പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ആ പണം എന്താണ്? നമ്മളുടെ വരുമാനം, അല്ലേ? പല സോഴ്സസ് ഓഫ് ഇൻകം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം, ഒരു സോഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, പുറത്തുനിന്ന് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നിങ്ങളുടെ വരുമാനം. ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നു, അതെന്താണ്? നിങ്ങളുടെ ചെലവുകൾ, എക്സ്പെൻസസ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ക്യാഷ് ഫ്ലോ. അപ്പൊ 3 കാറ്റഗറി പെട്ട ആൾക്കാരുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഉള്ളിലോട്ട് വരുന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല,
പുറത്തേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല. അത് കാറ്റഗറി നമ്പർ 1. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവും, ഇങ്ങോട്ട് കിട്ടുന്നതിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവും, പുറത്തോട്ടേക്ക് അതായത് ചെലവാക്കുന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. അത് കാറ്റഗറി നമ്പർ 2. ഇത് രണ്ടും പ്രശ്നമാണ്. ഇനി കാറ്റഗറി നമ്പർ 3 എന്താണ്? ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി നല്ല ധാരണയുണ്ട്, ഇവിടുന്ന് പോകുന്നതിനെ പറ്റി നല്ല ധാരണയുണ്ട്. ഈ കാറ്റഗറി നമ്പർ 3ലാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ആ സി എ ഡി മൂസയുടെ ഡയലോഗ് ഓർമ്മ വരുന്നു. ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം, എന്നാലും ചില സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. സോറി. ചില സത്യസന്ധമായ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഒരു ധാരണ, എത്രയാണ് എൻ്റെ ഇൻകം, എത്രയാണ് എൻ്റെ ചെലവ്, ഈ ഒരു ധാരണ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ ഒരു മാനേജ്മെന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ചെലവുകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻകം കുറേയൊക്കെ ഫിക്സഡ് ആയിരിക്കും പല ആൾക്കാർക്കും, അല്ലെ? ഒന്നുകിൽ നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് സാലറി മാത്രമേ ഉള്ളൂ, വേറെ രീതിയിലൊന്നും പൈസ കൂടാൻ ചാൻസ് ഇല്ല, സാലറി കൂടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഫിക്സഡ് ആയിട്ടൊരു ഇൻകം ആണ്. അപ്പൊ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമ്മളെ ചെലവുകളാണ്. അപ്പൊ ഈ ചെലവുകൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇതിനൊരു 3 മാസം സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. ഈ 3 മാസ സമയത്തിൽ നമ്മളുടെ ചെലവുകളെ ഫിക്സഡ് എക്സ്പെൻസസ്, വേരിയബിൾ എക്സ്പെൻസസ് എന്ന രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. അതായത് നമുക്ക് എല്ലാവർക്കും ഫിക്സഡ് എക്സ്പെൻസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു മാസത്തിൽ ഇത്രയും എമൗണ്ട് നമുക്ക് ഫിക്സഡ്, അതായത് നിശ്ചിതമായിട്ട് ചിലവാക്കേണ്ടി വരും. വീടിന് കൊടുക്കുന്ന റെന്റ്, മറ്റുള്ള ബിൽസ്, ഇപ്പൊ ഗ്യാസ് ബില്ല്, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, പിന്നെന്താണ് ഇന്റർനെറ്റ് ബില്ല്, TV ബില്ല്. അപ്പൊ ഈ ഒരു ബില്ലൊക്കെ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് മാസം പോകും. അത് ഫിക്സ്ഡ് ആണ്, അതിൽ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ ഒരു 3 മാസം നമ്മുടെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഫിക്സഡ് എക്സ്പെൻസസ് എത്രയാണെന്നുള്ളൊരു ധാരണ കിട്ടും. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് വേരിയബിൾ എക്സ്പെൻസസ്. അതായത് ഒരു മാസം നമ്മളിപ്പോൾ ഒരു സിനിമക്ക് പോകുന്നു, അത് നമ്മൾ എപ്പോഴും പോകണമെന്നില്ല. ഓക്കെ, സിനിമക്ക് പോകുന്നു, പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നു, ചെറിയതായിട്ട് ഷോപ്പ് ചെയ്യുന്നു, അങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന ഒരു മാസം ഇത്രയെന്ന് അറിയില്ല നമുക്ക്. ചില മാസങ്ങളിൽ കൂടും, ചില മാസങ്ങൾ കുറയും. അങ്ങനത്തെ എക്സ്പെൻസസ്, അതാണ് വേരിയബിൾ എക്സ്പെൻസസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിയബിൾ എക്സ്പെൻസസ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാം. ഒരു മാസം ഇത്ര വേരിയബിൾ എക്സ്പെൻസ് ഞാൻ ചിലവാക്കുള്ളൂ എന്നൊരു ധാരണയിൽ വേരിയബിൾ എക്സ്പെൻസസിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. ഇനി ഫിക്സഡ് എക്സ്പെൻസസിനെ കുറച്ച് എവിടെയെങ്കിലും കുറക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ കറണ്ട് ബില്ല് ഈ മാസം കൂട്ടിയിട്ടുണ്ടെങ്കിൽ കറണ്ട് സൂക്ഷിച്ച്. അപ്പോൾ ഈ ഫിക്സഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ എവിടെയാണ് ഞാൻ കുറക്കേണ്ടത്. ചില സബ്സ്ക്രിപ്ഷൻസ് വേണ്ടാന്ന് വെക്കാം, ചില ഇപ്പോൾ ഗ്യാസ് ഒക്കെ ഒരു മാസം വല്ലാണ്ട് കൂടി, അങ്ങനെ രണ്ടാമത്തെ മാസം കുറച്ചും കൂടി ശ്രദ്ധിക്കാം. അങ്ങനെ നമുക്കൊരു ധാരണ കിട്ടും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ട്രാക്ക് ചെയ്യണം എക്സ്പെൻസസ്. ഞാൻ പറയട്ടെ, നിങ്ങളിത് ലൈഫ് ലോങ് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നാൾ, ഞാൻ പറഞ്ഞു, 3 മാസം നിങ്ങൾ ട്രാക്ക് ചെയ്താൽ മതി. 3 മാസം ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ ഇടയ്ക്കിടക്കൊന്ന് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു ശീലമാവും. ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇതെല്ലാം ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ഒരു ബുക്കും പെന്നും എടുക്കുക, എഴുതി വെക്കുക. ഫിക്സഡ് എക്സ്പെൻസസ്, ഒരു മാസത്തേക്കുള്ള ഫിക്സഡ് എക്സ്പെൻസസ് എത്ര, ഒരു മാസത്തേക്ക് വരുന്ന വേരിയബിൾ എക്സ്പെൻസസ് എത്രയാണ്, ഇത് രണ്ടും ഒരു 3 മാസം ട്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി ട്രാക്ക് ചെയ്തതിന് ശേഷം ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട്. അതായത് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ എക്സ്പെൻസസിനുള്ള പൈസയൊക്കെ എടുക്കുക. പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, സാലറി വരുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും, അതിൽ തന്നെ ചിലവാക്കിക്കൊണ്ട്. ഒന്നാമത് നമ്മളെ കയ്യിൽ നിന്നല്ല നമ്മൾ പൈസ ഇപ്പോൾ കളയുന്നത്, എല്ലാം ഡിജിറ്റൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊന്നും ഒരു കണക്കിന് ഒരു ട്രാക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് തന്നെ ചിലവാക്കി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു വേറെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, സാലറി അക്കൗണ്ട് ഉണ്ട്, ഒരു എക്സ്പെൻസ് അക്കൗണ്ട്. അതായത് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ തന്നെ ഒരു എമൗണ്ട് ഈ എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് ഇടും. ബാങ്ക് അക്കൗണ്ടാണ് രണ്ടും, എക്സ്പെൻസ് പേരുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ICICI ആണെങ്കിൽ മറ്റൊന്ന് SBI, അങ്ങനെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ICICIയിലാണ് സാലറി അക്കൗണ്ട് എങ്കിൽ SBIയിൽ എൻ്റെ എക്സ്പെൻസ് അക്കൗണ്ട് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എല്ലാ മാസവും എക്സ്പെൻസസ് എത്രയാണോ വരുന്നത്, ഫിക്സഡ് പ്ലസ് വേരിയബിൾ എക്സ്പെൻസസ്, ഓക്കെ, അത് രണ്ടും ഇതിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇതിന്ന് വേണം ചിലവാക്കാൻ. ഒരു മാസത്തെ നമ്മുടെ ചിലവ് 50,000 ആണെന്ന് വിചാരിച്ചു, എല്ലാം കൂടിയിട്ടുള്ള ചിലവ്. അപ്പൊ 50,000 ഇട്ട് കഴിഞ്ഞാൽ ആ 50,000 കൂടുതൽ ചിലവാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം കുറച്ച് കഴിയുമ്പോൾ 0 ആവുമല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന് മാസം കുറച്ച് കൂടിയല്ലോ, എവിടെയാണ് ചിലവായത്. അപ്പൊ നമുക്കൊരു കോൺഷ്യസ് സ്പെൻഡിങ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു ട്രാക്കിങ്ങിലൂടെ നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് മിനിമൈസ് ചെയ്യാനും വേരിയബിൾ എക്സ്പെൻസസ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ശ്രമവും നടത്തും. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ കൂടെ നമ്മൾക്ക് ചില നല്ല ഹാബിറ്റ്സ് ഫോം ചെയ്യും.
ഫസ്റ്റ് ഹാബിറ്റ് നമ്മൾ ഇതൊക്കെ ട്രാക്ക് ചെയ്യും. ട്രാക്ക് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെന്റലി തന്നെ ട്രാക്കിംഗ് നടക്കും. ആദ്യം നമ്മൾ എക്സലും ആപ്പും ഒക്കെ വെച്ച് ചെയ്യുമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ മെന്റലി ഈ ട്രാക്കിംഗ് സംഭവിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങും. കാരണം നമ്മൾക്ക് മനസ്സിലാവും പൈസ കുറച്ചൊക്കെ സേവ് ചെയ്യാനൊക്കെ പറ്റും, അതങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു എന്താണ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് സേവ് ചെയ്യും പൈസ, ആ പൈസ നമുക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റും ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ കുറയും. വരുമാനം കൂടുന്തോറും നമ്മളെ ചെലവും അതിനനുസരിച്ച് കൂടണം നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ ലൈഫ് സ്റ്റൈല് വരുമാനത്തിനനുസരിച്ച് ചെറുതായി കൂട്ടിക്കൊണ്ടിരാം. കംഫർട്ടബിൾ ആയിട്ട് ലൈഫ് വേണം. പിശുക്കി ജീവിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇപ്പം പണ്ട് നമ്മൾ സാധാരണ ഒരു ഫ്ലാറ്റിൽ റെന്റിലൊക്കെ താമസിച്ച ആൾക്കാർ സാലറി കൊടുക്കുന്ന കുറച്ച് മെച്ചപ്പെട്ട ഒരു റെന്റഡ് ഹൗസിലേക്ക് മാറുന്നതിലൊന്നും ഒരു തെറ്റില്ല. കാരണം എവ്രി വൺ ഡിസേർവ്സ് കംഫർട്ടബിൾ ലൈഫ്. പക്ഷെ നമുക്ക് ഒരുപാട് ഇൻകം കൂടിയാലും വളരെയധികം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കംഫർട്ടബിൾ ലൈഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അത്ര പല ബ്രാൻഡ്സിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിയാലും അതിനൊന്നും എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമില്ലേ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും കുറെ കഴിയുമ്പോൾ. ആ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ അധികം ബാധിക്കൂല. അതെപ്പോഴും മനസ്സിലാക്കുക. ഇനി നാലാമത്തത്, നമുക്ക് ഹേർഡ് മെന്റാലിറ്റി കുറച്ച് കുറയും. ഹേർഡ് മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഒരു ഉത്സവത്തിന് പോകണം, അപ്പൊ അവിടെ ഒരു ആൾക്കൂട്ടം കാണും നമ്മൾ. അപ്പൊ നമ്മുടെ ടെൻഡൻസി എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണെന്ന് പോയി നോക്കാറോ, അല്ല നമ്മൾ അവിടെ പോകും. എന്തുകൊണ്ടാ? ഒരു ആൾക്കൂട്ടം അവിടെ കാണുന്നല്ലേ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം നമുക്കും ചെയ്യാൻ തോന്നും. അപ്പം ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്ന ഒരു ട്രെൻഡാണ്, ഒരു സോങ് ഒരു റീൽ അങ്ങോട്ട് വൈറൽ ആയി കഴിഞ്ഞാൽ നമുക്കും അത് ചെയ്യാൻ തോന്നും. ഹേർഡ് മെന്റാലിറ്റി, ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ ചെയ്യും. അത് മനുഷ്യന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്, മനുഷ്യൻ അങ്ങനെയാണ്. നാലാൾക്കാർ ചെയ്യുമ്പോൾ നമുക്കും അത് ചെയ്യാൻ തോന്നും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ ട്രാവൽ ചെയ്യും, അപ്പൊ നമുക്കും തോന്നും എനിക്കും ട്രാവൽ ചെയ്യാം. കുറെ ആൾക്കാർ നല്ല നല്ല ഫ്ലാറ്റ്സ് വാങ്ങും, അപ്പൊ നമുക്ക് എനിക്കും വേണം ഒരു ഫ്ലാറ്റ്. സോഷ്യൽ മീഡിയയിൽ തന്നെ വേണം, നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഫ്ലാറ്റ് വാങ്ങിയപ്പോൾ എനിക്കും വേണം ഒരു ഫ്ലാറ്റ്. അപ്പം മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യനായതുകൊണ്ട് വരും. തെറ്റെന്ന് പറയാൻ പറ്റില്ല, മനുഷ്യരാണ് വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, മനുഷ്യനാണ്, അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്, ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഹേർഡ് മെന്റാലിറ്റിയാണ്, എനിക്കിപ്പോ സംഭവിക്കുന്ന ഹേർഡ് മെന്റാലിറ്റിയാണ്. ഇപ്പൊ കുറെ ആൾക്കാർ ഒരു സ്റ്റോക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പൊ എനിക്കും തോന്നും ഈ സ്റ്റോക്കിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യില്ല, ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഹേർഡ് മെന്റാലിറ്റിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. അപ്പൊ തന്നെ ഒരുപാട് പൈസ സേവ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇങ്ങനെ ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ട് വരും, അപ്പൊ ചിന്തിക്കണം, ഇത് ഇവർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് വാങ്ങിപ്പിക്കുകയാണോ അതോ എനിക്ക് ശരിക്കും ഇത് വേണോ? നമ്മളുടെ ഇൻസെക്യൂരിറ്റി കാണിച്ചിട്ടായിരിക്കും ഓരോ പ്രൊഡക്ട്സ് വെക്കുക. നിങ്ങളുടെ കണ്ണിന് ഡാർക്ക്നെസ് ഇല്ലേ, ഇത് വാങ്ങിച്ച ഡാർക്ക്നെസ് കുറയും. എന്റെ കണ്ണിന്റെ താഴെയുള്ള ഡാർക്ക്നെസ് ഒക്കെ ഈ ക്രീം തേച്ചപ്പോൾ പോയി, അപ്പൊ നമുക്ക് വേണം ഈ ക്രീം. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് വെച്ചൊക്കെ ആയിരിക്കും അഡ്വർടൈസ്മെന്റ് വരിക. അപ്പൊ നമ്മൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതിന് ഒരു കണക്കുണ്ടാവില്ല. ഓക്കെ, ഇത്ര നല്ല ഹാബിറ്റ്സ് നമ്മൾ അറിയാണ്ട് നമ്മൾക്ക് വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ലൈഫ് ഡിസിപ്ലിനാണ്. നമ്മൾ ലൈഫിലും നല്ല അച്ചടക്കമുള്ള ആൾക്കാരായി മാറും ഓട്ടോമാറ്റിക്കലി. നമ്മൾക്ക് റാഷണലായിട്ട് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യും. നമ്മളെ പെട്ടെന്ന് തന്നെ ഒരു സാധനം കാണുമ്പോൾ ഇമ്പൾസീവ്ലി പോയി ബൈ ഒന്നും ചെയ്യില്ല. നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് നന്നായി പഠിക്കുവാണെങ്കിൽ നമ്മൾ ഇൻകം കൂട്ടാനുള്ള വഴികളെ പറ്റി ചിന്തിക്കും, എക്സ്പെൻസ് കുറക്കുന്നതിനെ പറ്റി ചിന്തിക്കും. മൂന്നാമതായിട്ട് നമ്മളെ ലൈഫ് തന്നെ അങ്ങോട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും നല്ല ആൾക്കാരായിട്ടുള്ള കൂട്ടുകെട്ടുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഗാങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പം ഈ വലിയ ഗാങ്, അതായത് നമ്പർ ഓഫ് പീപ്പിൾ കൂടുമ്പോഴാണ് നമുക്കൊരു ബലം ഫീൽ ചെയ്യുക കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ എൻ്റെ ഗാങ്ങിൽ 10 ആൾക്കാരുണ്ട്, ഗാങ്ങിന് ഒരു പേരൊക്കെ ഉണ്ടാവും, 10 ആളുള്ള ഗാങ്. നേരെ മറിച്ച് ഇപ്പം നമ്മളൊരു 3 ആളുള്ള ഗാങ്ങിലാണെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഫീൽ ചെയ്യില്ല. അയ്യോ അവിടെ 10 ആൾ, എനിക്ക് 3 ആൾ. പക്ഷെ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി മാറ്റേഴ്സ് അല്ലേ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ പണ്ടത്തെ അത്രയും ഫ്രണ്ട്സ് ഇല്ല, നല്ല കുറച്ച് ഫ്രണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. നല്ല ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല എങ്ങനെയാണ്? നമ്മൾ നന്നാവണം, എന്നാലേ നല്ല ആൾക്കാർ വരുള്ളൂ നമ്മുടെ ലൈഫിലേക്ക്. നമ്മളാണ് ആദ്യം നന്നാവേണ്ടത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി വരും, നല്ല നല്ല ആൾക്കാരിൽ ഞാൻ കാണുന്നുണ്ടല്ലോ, മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ലൈഫിൽ ചുറ്റും നല്ല ആൾക്കാരായിട്ടുള്ള സമ്പർക്കം ക്രിയേറ്റ് ചെയ്യുക. ദെൻ ലൈഫ് അങ്ങോട്ട് കയറി വരും. ഫൈനലി നമ്മൾ റിയലൈസ് ചെയ്യും സ്മോൾ ഗുഡ് ഹാബിറ്റ്സ്
അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. സോ ടു സം ഇറ്റ് അപ്പ്, ഇത്രയേ ഉള്ളൂ. പൈസേനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ എന്ന് പറയുന്നത് കംഫർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹാപ്പിനെസ്സും ട്രസ്റ്റും റെസ്പെക്റ്റും ഇതൊന്നും പൈസ നമുക്ക് തരില്ല. അതൊക്കെ നമ്മൾ ഇന്റേണലി ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് നന്നായി മനസ്സിലാക്കിയിരിക്കണം. ഇൻകം കൂട്ടുക, എക്സ്പെൻസ് കുറയ്ക്കുക. മൂന്നാമതായിട്ട് നല്ലൊരു അച്ചടക്കം ബിൽഡ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഓരോരോ ആൾക്കാർ പരസ്യം കാണുമ്പോഴത്തേക്കും ചാടി കയറി ഇമ്പൾസീവ് ബൈങ് ചെയ്യാണ്ട് റാഷണലി തിങ്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് തോന്നുമ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞ് വാങ്ങാൻ ശ്രമിക്കുക. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുക. സമ്പത്ത് എന്നത് പണം ഉണ്ടാവുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അത് നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ്. പണത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പണത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. പണത്തിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ കമന്റിൽ പറയും, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്ത് നിയന്ത്രിക്കുന്നതിലാണ് നിങ്ങളുടെ പ്രശ്നം? ചിലവുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അതോ ഈ ഇമ്പൾസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തായാലും താഴെ കമന്റ് ചെയ്യും. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.